നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സുന്ദരമായ കാഴ്ചകളും നന്മ നിറഞ്ഞ വിഷയങ്ങളും അടങ്ങുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കാടിന്റെ അകത്തളങ്ങളിൽ നർമ്മത്തിന്റെ പാതയിൽ ദേ വരുന്നു നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. ഈ വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ 20,000 സീറ്റ് കുറവ്. പക്ഷെ എന്താണെന്ന് നോക്ക്, എഞ്ചിനീയറിംഗ് പഠിച്ചതിപ്പോ വെറുതെ ആണെന്നാ തോന്നുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ച നേരം കൊണ്ട് വേറെ എന്തെങ്കിലും പഠിച്ചെങ്കിൽ വല്ല പണിയും കിട്ടിയാന്. ഇതിപ്പോ പണിയില്ല, പേരിൽ എഞ്ചിനീയറായി. മോനെ, പപ്പ പുറത്തു പോയിരിക്കുക. വരുമ്പോഴേക്കും നിന്നോട് പറഞ്ഞ പണിയൊക്കെ ഒന്ന് ചെയ്തു തീർക്ക. ഞാൻ പറഞ്ഞില്ല അമ്മേ, എന്നെ കൊണ്ടാവില്ല ഈ പണി എടുക്കാൻ. പപ്പ വരുമ്പോ വഴക്ക് കേക്കൂട്ടോ. അതെ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതേ വീട്ടിലെ ജോലി ചെയ്യാനല്ല, മനസ്സിലായിട്ടുണ്ടാ? മോനെ, ഇത്രയും പഠിപ്പിച്ചത് പപ്പ പറമ്പിൽ അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പറമ്പിൽ പണിയാൻ പറ്റില്ല, അത്ര തന്നെ. എങ്കി വേണ്ട, പപ്പ വരുമ്പോ എന്താന്ന് വെച്ചാ വാങ്ങിക്കൂ. ചേടാ, ഇതിപ്പോ വലിയ പുലിമലയല്ല. വണ്ടി വേഗം കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ഇതെന്താ പപ്പീസ് ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? എന്തോ വലിയ വിഷമുണ്ടല്ലോ. ഒന്നും പറയണ്ട ഗംഭീരെ, ജീവിതം തന്നെ മടുത്തു പോയിട്ടിരിക്കുക. എന്താ പപ്പീസ് പറയണത്? ജോലി കിട്ടാത്ത വിഷമാണോ? ജോലിയൊക്കെ തന്നെയാ പ്രശ്നം. പപ്പീസേ, എനിക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ലേ. പഠിച്ചതാ ഇപ്പൊ പ്രശ്നമായത്. അതെന്താ? പഠിപ്പിക്കാൻ വേണ്ടി പണം മുടക്കിയ കണക്കാ എപ്പോഴും വീട്ടില്. എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തല്. വീട്ടിൽ നിന്നുള്ള കണക്ക് പറച്ചിൽ കേട്ട് മടുത്തു വന്നേ. അപ്പോ നമ്മള് രണ്ടാളുടെ അവസ്ഥ ഒന്നാണല്ലോ. അതെന്താണാവോ? ഞാനും മടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാന്ന്, നാട് വിടാൻ. ഇറങ്ങിപ്പോന്നു? നാട് വിടാനോ? അതേന്ന്, ഒരു രക്ഷയില്ലാത്തോണ്ട് ചെയ്തതാ. അപ്പോ ഇനിയിപ്പോ എങ്ങോട്ട് പോകാനാ നെക്സ്റ്റ് പരിപാടി? ഒന്നും അറിയില്ല, ആലോചിച്ച് നടന്നപ്പോഴാ പപ്പീസിനെ കണ്ടത്. ഓഹോ, അപ്പൊ ഒളിച്ചോട്ടമാണ് പരിപാടി. ഇപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ഒളിച്ചോട്ടം. ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേറൊരു വഴിയും കാണുന്നില്ലല്ലേ? എങ്കിലേ മറ്റൊന്നും ആലോചിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ നാട് കിടക്കുമെന്ന് ആലോചിക്കായിരുന്നു. ഓ, എങ്കിലേ ഞാനും വരുന്നു ഗംഭീറിന്റെ കൂടെ. നമുക്ക് ഒരുമിച്ച് നാട് വിടാം. ഇന്ന് വൈകുന്നേരം പപ്പ വന്ന എനിക്ക് ആവശ്യത്തിന് കിട്ടും. അതിനു മുമ്പ് എനിക്ക് ഇവിടെ സ്ഥലം കാലിയാക്കണം. സമയം കളയുന്നില്ല ഗംഭീരെ, ഞാൻ വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ചാടട്ടെ. വെരി ഗുഡ്. പിന്നെ കുറച്ച് പൈസക്ക് സംഘടിപ്പിക്കാൻ മറക്കണ്ടാ. ഞാൻ ആ ബസ് സ്റ്റോപ്പിലുണ്ടാവും. ഞാൻ ഏറ്റു. ഞാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാ. ഞാൻ എത്തി. വേഗം വന്നാ മതിയായിരുന്നു. അയ്യോ, വിശന്നിട്ട് വയ്യല്ലോ. ഇവിടെ ഒന്നും ഒരു ഹോട്ടൽ പോലും കാണുന്നില്ല കേട്ടോ. നമുക്കേ കുറച്ചുകൂടി നടക്കാം.
പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഇത്? ആ എനിക്കാണെങ്കിൽ വിശന്നിട്ട് തീരെ വയ്യ. വിശപ്പ് എനിക്കുണ്ട് പപ്പീസേ. ഇവന്മാരെ ഇതിനു മുമ്പ് കണ്ടുപരിചയമില്ലല്ലോ ഇവിടെ. ഇയാളെന്താ നമ്മളിങ്ങനെ തുറപ്പിച്ചു നോക്കണത്? ശരിയാ. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോകണ്ട, തിരിച്ചു നടക്കാം. വാ, വാ, വാ. ശരി, ശരി. ഏയ് അവിടെ നിൽക്കൂ. ഏയ് ഇങ്ങോട്ട് നിൽക്കൂ. ഇതിനിപ്പോ ഇങ്ങോട്ട് അല്ല നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇവിടൊക്കെയുള്ള ആൾക്കാർ തന്നെയാ. ഇവിടെ അതേന്ന് എന്താണ് എന്താണ് എന്തെന്നോ? സ്ഥലം മെസ്സയോടാണോ എന്താണെന്ന് ചോദിക്കുന്നത്? പപ്പീസേ, പണി പാളി. എന്നാൽ ഓടിക്കോ, ഇനി ഇവിടെ നിക്കണ്ട. വാ, വാ, വാ. നീ ഒന്ന് ഓടിയിട്ട് കാര്യമില്ല, എനിക്ക് ഇവനെ കിട്ടിയാ മതി. തത്ത പറയുന്ന പോലെ ഞാൻ പറയും. എന്താണ് കാര്യം? സത്യം പറ. സാറേ, കൊള്ളക്കാരല്ല നീ. കൊള്ളക്കാരല്ല സാറേ. പിന്നെ ആരാ പറയേ? സാറേ പറയാം, ഞങ്ങളെല്ലാം പറയാം സാറേ. പറയേ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്തായാലും നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് ബാക്കി കഴിയും. നടക്കങ്ങോട്ട്. മര്യാദക്ക് നടക്കണം അങ്ങോട്ട്. സാറേ ഒന്ന് ഞെട്ടിച്ചു കഴിഞ്ഞപ്പോ എല്ലാം മണിമണി പോലെ പറഞ്ഞു. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരെ നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ശരി ശരി സാർ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഓക്കെ സാർ, ഒക്കെ ശരിയാക്കി തരാം. ആ ഓക്കെ ഓക്കെ. അവരപ്പുറത്തുണ്ടെന്നേ. പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. ശരി ശരി ശരി, വിളിക്കാം സാർ, ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, ആ എസ് ഐ ലംബോ. ആ ശരി ശരി ശരി. അപ്പോ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേണം കേട്ടോ. ഇപ്പൊ തന്നെ വരണം. ഓക്കെ, ഇപ്പൊ തന്നെ. പിന്നെ യാതൊരുവിധ സംശയവും തോന്നരുത്. ഓക്കെ, ശരി ശരി. ഗംഭീരം അല്ലേ? അതെ അതെ അതെ. പപ്പീസ്. അയ്യോ, അത് ഞങ്ങൾ എങ്ങനെ അറിയാം? ഓ, അതൊക്കെ അറിയാം. എന്നെ മനസ്സിലായോ? ഇല്ലല്ലോ, മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാൻ റിട്ടയർഡ് കേണൽ കോരു. ഞാൻ നിങ്ങളെ ജാമ്യത്തിലിറക്കാൻ വന്നതാ. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, എന്തിനു വന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ഞാൻ SI സാറിനെ കണ്ട് ജാമ്യാപേക്ഷ കൊടുക്കട്ടെ. ഇത് കൊള്ളാലോ. അല്ല, ഇതിപ്പോ എന്ത് കളിയാ? കേണല് നമുക്കൊരു പരിചയമില്ലാത്ത ആള്. ആർക്കറിയാം എന്ത് തട്ടിപ്പാന്ന്. എന്തായാലും ഇതിന്ന് പുറത്തിറങ്ങിയാ മതി. അത് നേരാ. എന്തായാലും നമ്മളെ കൊണ്ട് അയാൾക്ക് എന്തോ കാര്യമുണ്ട്. കേണലെങ്കിൽ കേണൽ ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. യു ആർ കറക്റ്റ്. നമുക്ക് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും.
എന്റെ പപ്പീസ് ആ കേണല് നമ്മള് ചതിച്ചതാട്ടാ. നടുവിന്റെ വേദന സഹിക്കാനാവുന്നില്ല എന്റെ ഗംഭീരേ. ഓ ഈ കാലമാടം പണിയെടുപ്പിച്ച് നമ്മളെ കൊല്ലും. ഇതിലും ഭേദം വീട്ടിൽ വന്ന് പണിയെടുക്കുന്നതായിരുന്നു. പപ്പീസേ നമ്മൾ സ്വന്തം വീട്ടുകാരെ ഓർക്കാതെ വന്ന് ചാടിയതില്ല ഒരു ഒന്നാന്തര ചതിക്കുഴിയില. ഇതൊരു ചതിക്കുഴിയെന്നല്ല എന്തായാലും എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. ഞങ്ങളോട് പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ സാറേ. ഞങ്ങൾക്ക് മടുത്തു സാറേ. ആഹാ, മടുക്കാനോ? ഞാൻ നിങ്ങളെ ജാമത്തിലിറക്കിയതിനും ഭക്ഷണം തന്നതിനുമായി കുറെ പണം ചെലവായി. എല്ലാം തിരിച്ചു തന്നിട്ടേ നിങ്ങളെ ഞാൻ വിടുള്ളൂ. ഈശ്വര, പണമോ? തിരിച്ചു തരാനോ? ഞങ്ങളോ? പണമായിട്ട് വേണ്ട, എല്ലുമുറിയെ പണിയെടുത്ത് വീട്ടണം. സമയമില്ല, വേഗം. ഇത് കഴിഞ്ഞിട്ട് വിറക് വെട്ട്, അത് തീർന്നാൽ അലക്ക്, അത് കഴിഞ്ഞാൽ റബ്ബർ വെട്ട്, അത് കഴിഞ്ഞാൽ ടാങ്ക് ക്ലീൻ ചെയ്യും, അത് കഴിഞ്ഞ് ടോയ്ലറ്റ് വൃത്തിയാക്ക്. ഇഷ്ടം പോലെ പണിയാ. എന്താ രണ്ടുപേർക്കും സന്തോഷമായില്ലേ? തീരുമ്പോ പണി തരാൻ ഞങ്ങളെന്താ കുപ്പിന്ന് വന്ന ഭൂതങ്ങളാണ്. വണ്ടി പോകരുത്. രണ്ടിനെയും ഞാൻ ശരിയാക്കും. ഇവിടുന്ന് ചാടാനെങ്ങാനുമാണ് പ്ലാനെങ്കിൽ രണ്ടിന് ഞാൻ റൂമിലിട്ട് പൂട്ടും. പറഞ്ഞേക്കാം. ഈശ്വര, അയ്യോ, എനിക്ക് വയ്യ. ഗംഭീരേ, ഇതിലും എത്രയോ നല്ലതാ നമ്മുടെ വീടും പപ്പയും അമ്മയും ഒക്കെ. ഓ ഇതിലും നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നമ്മുടെ വീടും മാതാപിതാക്കന്മാരുമാ. തിരിച്ചറിയാൻ വൈകിപ്പോയി. നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കാതെ, അവരെ അറിയാതെ, അവരുടെ കൂടെ നിൽക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭവിഷ്യത്താ നമ്മൾ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത്. നമ്മളെ ഓർത്ത് അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പപ്പീസ്, എന്ത് വില കൊടുത്തും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തണം. വേണം. ഇനി നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം അധ്വാനിച്ചു കഴിയാം. എന്റെ പപ്പീസ്, ഈ ജന്മം അധ്വാനിക്കാനുള്ളത് ഈ മൂരാജി കേണലിന്റെ അടുത്ത് അധ്വാനിച്ചില്ലേ? ശരിയാ പറഞ്ഞത്. അതെ, എന്തായാലും ഇവിടുത്തെ അധ്വാനത്തിന്റെ ബുദ്ധിമുട്ടും അതിന്റെ വിലയും മനസ്സിലായില്ലേ? ഒരു കണക്കിന് കേണലിന് നമ്മൾ നന്ദി പറയണം. അതാണ് ശരി. അതും ശരിയാ. അല്ല പപ്പീസ്, ഒരു കാര്യം ചെയ്യ്, ഒരു റിലാക്സേഷന് ഒരു പാട്ട് പാടിക്കൂടെ? പാട്. പിള്ളേര് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അല്ലേ? ആ പറഞ്ഞത് നേരാ, നന്നായി പാടുന്നുണ്ട്. मेरे नैना सावन पादो फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा, मेरे नैना सावन बादो फिर भी मेरा मन प्यासा, फिर भी मेरा मन എന്തായാലും സാറേ, പിള്ളേർക്ക് നല്ല ഒന്നാന്തരം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. പാവകള് നല്ലപോലെ അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും അവർ ജീവിതത്തിൽ ഒളിച്ചോടുകയില്ല, ഉറപ്പാ. അതെ അതെ അതെ. സാറേ, നമുക്ക് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വരൂ വരൂ പപ്പീസേ, ഗംഭീർ വരൂ. വരൂ. എന്താ എന്നെ കണ്ട് പേടിച്ചു പോയോ? പേടിക്കൊന്നും വേണ്ട മക്കളെ, ഇതൊരു സുഹൃത്താ, SI ലംബോ. നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്, അല്ലേ? ഇതൊരു നാടകമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുവാനുള്ള നാടകം. ഈ നാടകത്തിലെ പ്രധാന നടന്മാരാ നിങ്ങൾ രണ്ടുപേരും, അതായത് ഗംഭീറും പപ്പീസും. ഇതേ SI ലംബോ, കേണൽ കോരു എന്ന ഞാൻ, പിന്നെ നിങ്ങളറിയാത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കൂടിയുണ്ട് ഈ നാടകത്തിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ട വമ്പൻ സാർ. അതെ മക്കളെ, നിങ്ങൾ നാട് വിട്ടതും നാട് വിടാനുണ്ടായ കാരണവും ഞാൻ അറിഞ്ഞത് വമ്പൻ സാറിൽ നിന്നാ.
നിങ്ങൾ തന്ന നാട്ടിലെ അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോഴാ നിങ്ങളുടെ സാറിന്റെ നമ്പർ എനിക്ക് കിട്ടിയത്. സാറാ പറഞ്ഞത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി നല്ല കുട്ടികളായി തിരിച്ചയക്കണമെന്ന്. അങ്ങനെയാണ് ഞാനെന്ന നടൻ രംഗപ്രവേശനം ചെയ്യുന്നത്. നിങ്ങളെ ജാമ്യത്തിലെടുത്തത് ഈ ലെപ്പോ പറഞ്ഞിട്ടാ. നിങ്ങളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തി. സാറേ, കളയാതെ. ഞങ്ങളെ ജീവിത ബന്ധത്തിൽ പഠിപ്പിച്ച അങ്ങേക്ക് ഒരുപാട് നന്ദി. ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റ് ചെയ്യില്ല സാറേ. ഞങ്ങൾ വമ്പ സാറിന് കൊടുത്ത വാക്ക് പാലിച്ചു. നല്ല മക്കളായി നിങ്ങളെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് സാർമാരെ, ഞങ്ങളെ ജീവിതം എന്തെന്ന് പഠിപ്പിച്ചതിന്. വെരി ഗുഡ്. നിങ്ങൾക്കിനി ധൈര്യമായി തിരിച്ചു വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ വമ്പ സാർ മുഖേന അറിയിച്ചിട്ടുണ്ട്. Thank you, sir. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 2 വേലക്കാരെ തൽക്കാലം ഒഴിവാക്കിയതാ. നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഈ പ്രവർത്തിക്ക് അർഹിച്ച കൂലി ഞാൻ തരും. അയ്യോ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട സാറേ, ഒന്നും വേണ്ട. നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് സാറുമാരെ. മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ അനുസരിക്കുക, ദൈവത്തിന്റെ നല്ല മക്കളായി ജീവിക്കുക. കൂട്ടുകാരുടെ കുസൃതി വീരുന്നതിനു ശേഷം വചനവീരുന്നുമായി ടിങ്കുമൺ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു സാധാരണ വന്നാൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തൊക്കെയാ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ? അങ്കിൾ, എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖം. ഓ, അത് ശരി. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നല്ലേ? അതെ അങ്കിൾ. പക്ഷെ അരുണ് മാത്രം സങ്കടം. അതെന്താ? അരുണിന് എന്താ പറ്റിയത്? അവൻ എന്നാ സങ്കടം അങ്കിൾ? എന്തിനാ അവൻ സങ്കടപ്പെടുന്നത്? അറിയോ? എന്താ അവൻ പറയുന്നേ? അവൻ്റെ അക്കയ്ക്കും അപ്പയ്ക്കും അവയ്ക്കും അവന് ഇഷ്ടമല്ല. അയ്യോ, അതെന്താ അവൻ അങ്ങനെ പറയാൻ കാരണം? ഏത് കാര്യത്തിലാ അവൻ അങ്ങനെ പറഞ്ഞത്? അവൻ എപ്പോഴും തല്ലും. ആര്? അവൻ്റെ അക്ക. ഓ, അവൻ്റെ പിതാവ് എപ്പോഴും തല്ലുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് അല്ലേ? അതെ അതെ. എന്താ തല്ലാനുള്ള കാരണം എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചങ്ങൾ. എന്താ തല്ലാൻ കാരണം? അവൻ എപ്പോഴും ടിവിയുടെ മുന്നിലിരിക്കും. എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? പിന്നെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഒരുപാട് കുട്ടികൾ അങ്ങനെ തല്ല് മേടിക്കുന്നുണ്ട്. എപ്പോഴും ടി വി കാണുക, എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. അത് തല്ല് കിട്ടേണ്ട സ്വഭാവം തന്നെയാ അല്ലേ? അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്നോ? ഇന്ന് പലപ്പോഴും ഈ വർണ്ണക്കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ വെറുതെ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർണ്ണക്കാഴ്ചകൾ കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷേ മിന്നുന്നതെല്ലാം പൊന്നല്ല. കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരു എലി തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൂട്ടുകാരെ കണ്ടെത്തുവാനായിട്ട്. ഈ എലിക്കുഞ്ഞുങ്ങൾ അമ്മയില്ലാത്ത സമയം ആ നാട്ടിലൂടെയൊക്കെ മാളത്തിന് പുറത്ത് കറങ്ങി ഇങ്ങനെ നടന്നു. തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയുള്ള കൂട്ടുകാരെയാണ് കണ്ടത്? അപ്പോൾ ഒരു എലിക്കുഞ്ഞ് പറഞ്ഞു, ഞാൻ വലിയ കൊമ്പുള്ള ഒന്നിനെ കണ്ടു അമ്മേ, എനിക്ക് വലിയ പേടിയായി. അപ്പം അമ്മ പറഞ്ഞു കൊടുത്തു, മക്കളെ, അതാണ് പശു. അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ കൊമ്പൊക്കെ ഉണ്ടെങ്കിലും അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തവൻ പറഞ്ഞു, അമ്മേ, ഞാനിന്ന് പോയപ്പോൾ കൊക്കുന്ന ഒരാളെ കണ്ടു. ചോദിച്ചു, എന്താ അത്? അതൊരു കോഴിയാണ്. ഓ, അത് ശരി, ഓക്കെ, അതിനും പേടിക്കണ്ട, പക്ഷെ സൂക്ഷിച്ച് നടക്കണം. കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും സൂക്ഷിച്ച് നടക്കണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, അമ്മേ, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ജീവിയെ ഞാൻ കണ്ടു. അതിന് നല്ല മീശയൊക്കെ ഉണ്ട്. കൂടുതൽ വിശദീകരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അതിൻ്റെ മുമ്പിലൊന്നും പോകാൻ പാടില്ല. കാരണം എന്താണെന്നറിയാമോ? അതൊരു പൂച്ചയാണ്. പൂച്ച നമ്മളെ കടിച്ചു കീറി തിന്നും. കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ അത് നമ്മുടെ ശത്രുവാണ്. അമ്മ പറഞ്ഞു കൊടുത്ത ആ കഥയിൽ വലിയൊരു ഗുണപാഠമുണ്ട്. കാണാൻ ഭംഗിയുള്ള പലതും നമ്മളെ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കും. ടെലിവിഷനിലൂടെ, മൊബൈൽ ഫോണിലൂടെ നമ്മുടെ കണ്ണിന് ഇമ്പം നൽകുന്ന അനേക കാര്യങ്ങൾ ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണിനെയും കാതുകളെയും
സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ആപത്തിൽ നാം ചെന്നുപെടുവാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ സമയം ടി വി കണ്ടും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കളിച്ചും കളയുവാനുള്ളതല്ല. ഇപ്പോഴാണ് അറിവുകൾ നേടാനുള്ള സമയം. ഇപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായ സമയം. കായികമായിട്ട് ഓടി നല്ല ആരോഗ്യം നേടേണ്ട സമയം. ഇതൊന്നും കൂടാതെ വെറുതെ ടി വി കണ്ടുകൊണ്ടിരുന്നാൽ മണ്ടന്മാരും മടിയന്മാരുമായി നമ്മുടെ ജീവിതം പാഴായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെ നിയന്ത്രിക്കണം. ടി വി കാണണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ കാണുന്നതിന് ചില നിയന്ത്രണമുണ്ടായി. നല്ല കുഞ്ഞുങ്ങളായിട്ട് തീരുക, മാതാപിതാക്കളുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് തീരുക. അവർ നിങ്ങളെ തീർച്ചയായിട്ടും സ്നേഹിക്കും. മാതാപിതാക്കൾക്ക് പരിധിയുണ്ട് സ്നേഹിക്കുന്നതിന്. എന്നാളെ അങ്ങനെ പറഞ്ഞേ? മാതാപിതാക്കൾ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവർക്ക് ജോലിക്കൊക്കെ പോകണ്ടേ? അപ്പോൾ ആരാ നമ്മളെ സ്നേഹിക്കുക? അതെ, ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നറിയാമോ? നിത്യസ്നേഹവും കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും തീരാത്ത സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. അപ്പ മറന്നാലും അമ്മ മറന്നാലും അവൻ നമ്മളെ സ്നേഹിക്കും. ആ സ്നേഹത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിയന്ത്രണമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി കത്തുകളിലൂടെ ലോകം. എൻ്റെ പാട്ടിന് ഇത്ര ആരാധകരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. ഇനി മുതൽ ഞാൻ പാടാം. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമെൻ ജീവനിൽ വാഴുന്ന പുന്നേശു തമ്പുരാനെ. ശരി, കത്തുകൾ പ്രതീക്ഷിക്കുന്നു. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠനം, പ്രാർത്ഥനാ കാലങ്ങൾ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ടാറ്റ, ബൈ ബൈ.